ഓം ശാന്തി. ശാന്തി. രാമകഥയിലെ ജീവിതസാരം തേടിയുള്ള നമ്മുടെ ഈ യാത്ര, രാമായണം എന്ന് പറഞ്ഞാൽ തന്നെ അതിലും യാത്രയാണ്. അനവധി യാത്രകൾ നമുക്ക് രാമായണത്തിൽ കാണാം. അതിലിന്ന് നമുക്ക് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാത്ര ചെയ്യുന്ന രംഗത്തെക്കുറിച്ച്, ആ യാത്രയെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ദശരഥന് 4 പുത്രന്മാരാണല്ലോ. 4 കുമാരന്മാരെയും ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ആയോധനകലയും ബാക്കി വേദശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വസിഷ്ഠ ഗുരുവിൻ്റെ അടുത്തേക്ക് വിടുന്നുണ്ട്. ഗുരു എല്ലാം പഠിപ്പിച്ച് പ്രാപ്തരാക്കിയിട്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് കുമാരന്മാരെ എത്തിക്കുകയാണ്. കുമാരന്മാർ തിരിച്ചെത്തിയ സന്തോഷത്തിൽ, വളരെ മിടുക്കന്മാരായി തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് ദശരഥ മഹാരാജാവ്. ആ സമയത്ത് വിശ്വാമിത്ര മഹർഷി അയോധ്യയിലെത്താണ്. അദ്ദേഹത്തെ സൽക്കരിച്ച് ഇരുത്തിയതിനു ശേഷം മഹാരാജാവ് കുശലാന്വേഷണം നടത്തുമ്പോൾ വിശ്വാമിത്ര മഹർഷി രാജാവിൻ്റെ മുന്നിൽ ഒരു ആവശ്യം വെക്കുകയാണ്. തപോനിധിയായ അങ്ങയ്ക്ക് എന്താണ് ആവശ്യമെന്ന് രാജാവ് ചോദിക്കുമ്പോൾ, എൻ്റെ കൂടെ ശ്രീരാമനെ വിടണം. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഋഷിമാർ എല്ലാ അമാവാസിക്കും ഒരു യാഗം നടത്താറുണ്ട്. പക്ഷെ അസുരന്മാർ വന്നിട്ട് ആ യാഗത്തിന് വിഘ്നമിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ അസുരന്മാരെ തുരത്താൻ വേണ്ടിയിട്ട് രാമനെ ഞങ്ങളുടെ കൂടെ വിടണം. കൂട്ടത്തിൽ ലക്ഷ്മണകുമാരനും വന്നോട്ടെ. ഇത് കേട്ടതും ഉള്ളിൻ്റെ ഉള്ളിൽ ദശരഥ മഹാരാജാവിനൊരു ദുഃഖമുണ്ടായി. കാരണം അദ്ദേഹത്തിന് രാമനെ പിരിഞ്ഞിരിക്കാനേ പറ്റില്ല. അപ്പോൾ രാമനെ എങ്ങനെ വിടുക? മനസ്സിലുണ്ട്, പക്ഷേ ഗുരുവിനോടൊന്നും പറയാനും പറ്റില്ലല്ലോ തിരിച്ച്, ഇത്രയും വലിയ ഋഷിയല്ലേ. അപ്പോൾ ഉള്ളിൽ ഈ സങ്കടമുണ്ട്. അപ്പോൾ തൻ്റെ കുലഗുരുവിൻ്റെ അടുത്ത്, വസിഷ്ഠ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് അഭിപ്രായം ചോദിക്കും. അപ്പോൾ വസിഷ്ഠ ഗുരു പറയണത്, ഇതിലൊരു മംഗളമുണ്ട്. ജാനകിയെ വരിക്കാൻ രാമന് സമയമായി, അതുകൊണ്ട് കുമാരന്മാരെ അയച്ചോളൂ മഹാരാജാവേ എന്ന് സന്തോഷത്തോടു കൂടിയിട്ട് പറയും. ഈ ഗുരുവിൻ്റെ നിർദ്ദേശം കിട്ടിയതും രാജാവ് തൻ്റെ ഉള്ളിൽ ഒരു നല്ല ഉറച്ച തീരുമാനം എടുത്തു. കാരണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പണ്ടൊക്കെ അങ്ങനെയല്ലേ, രാജാക്കന്മാർ രാജസദസ്സിൽ എപ്പോഴും ഗുരു ഉണ്ടാവും. ഏത് കാര്യത്തിലും ഗുരുക്കന്മാരുടെ അഭിപ്രായം ചോദിക്കും. അല്ലാതെ രാജാവിന് എന്ത് തോന്നുന്നോ അതങ്ങ് ചെയ്യില്ല. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഗുരുവിനോട് ചോദിക്കുക. അർത്ഥം എന്താണ്? അതിൻ്റെ പിന്നിൽ ധർമ്മം എന്താ, അധർമ്മം എന്താ, ധർമാധർമ്മങ്ങളെ മനസ്സിലാക്കിയിട്ട് ധാർമ്മിക മാർഗത്തിലുള്ള തീരുമാനമേ എടുക്കുള്ളൂ. അങ്ങനെ രാമലക്ഷ്മണന്മാരെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അയക്കാൻ തീരുമാനിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ സന്ദർഭത്തിൽ കിട്ടുന്ന രാമതത്വം എന്താണ്, സന്ദേശം എന്താണ്? ഒന്ന്, ദശരഥ മഹാരാജാവ് ഒരച്ഛനാണ്. അച്ഛൻ എന്ന നിലയിൽ പുത്ര ദുഃഖം ഉള്ളിൽ. മക്കളെ അയക്കാൻ ഉള്ളുകൊണ്ട് താല്പര്യമില്ല. കാരണം എന്താ? വേറെ താല്പര്യക്കുറവൊന്നുമല്ല, വേർപിരിഞ്ഞിരിക്കാൻ പറ്റാത്ത വിഷമം. പക്ഷെ ആ വിഷമം ഉള്ളിലുണ്ടെങ്കിലും ഗുരു ഇത് മംഗളത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത് ഉടനെ എന്ത് ചെയ്തു? ഗുരുവിൻ്റെ അഭിപ്രായത്തെ സ്വീകരിച്ചു. കാരണം അപ്പോൾ അദ്ദേഹം ഒരു രാജാവായിട്ട് മാറി. രാജാവുമാണല്ലോ, ദശരഥൻ രാജാവാണ്. അപ്പം രാജ്യത്തിൻ്റെ മംഗളം, ജനമംഗളം മുൻനിർത്തി വേണം ഒരു രാജാവ് എപ്പോഴും തീരുമാനമെടുക്കാൻ. മറ്റേത് പുത്രന്മാരുടെ വേർപാടിൻ്റെ വേദന ഒരു അച്ഛൻ്റെ വേദന മാത്രമാണ്, ദുഃഖം മാത്രമാണ്. അത് തൻ്റെ സ്വാർത്ഥതയാണ് അച്ഛൻ എന്ന നിലയിൽ. പക്ഷേ കുമാരന്മാരെ അയച്ചാൽ നാടിൻ്റെ മംഗളം ഉണ്ടാവും. അതൊരു ജനഹിതമാണ്, ജനമംഗളമാണ്, ലോകമംഗളം നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ സന്ദർഭത്തിൽ ഗുരുവിൻ്റെ അഭിപ്രായത്തെ മാനിക്കുകയും അംഗീകരിക്കുകയും രാജാവ് ഒരു നല്ല തീരുമാനം എടുക്കുകയും ചെയ്തു. അപ്പം ഇതിൽ നമുക്ക് കിട്ടുന്ന പാഠം എന്താ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ, നമ്മൾ കുടുംബത്തിലാണെങ്കിൽ ഒരു കുടുംബനാഥനാണല്ലോ ആ വീടിൻ്റെ രാജാവ്. അപ്പം കുടുംബനാഥനൊരു തീരുമാനം എടുക്കുമ്പോൾ
അല്ലെങ്കിൽ ഒരു ഓഫീസിലാണെങ്കിൽ അവിടുത്തെ ഓഫീസ് ഇൻചാർജ് ആരാണ്, അവരൊരു തീരുമാനം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്നവരുണ്ട്, അത് മുനിസിപ്പാലിറ്റി ആകട്ടെ, കോർപ്പറേഷനിലാകട്ടെ, അല്ലെങ്കിൽ നിയമസഭയിലാകട്ടെ, പാർലമെൻറ്റിലാകട്ടെ, ഓരോ ചെറിയ ചെറിയ വീടുകളിൽ നമ്മൾ തുടങ്ങി നമ്മുടെ വ്യക്തി തീരുമാനങ്ങളാകട്ടെ, സമൂഹത്തിൻ്റെ നടുവിൽ നമുക്കൊരു തീരുമാനം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട്, ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കുമ്പോഴാകട്ടെ, എപ്പോഴും നമ്മൾ നോക്കേണ്ടത് എന്താണ്? അതിൽ ജനമംഗളം ഉണ്ടാവണം. കേവലം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു സ്വാർത്ഥത നമ്മളെ പിടിച്ച് പിന്നിലേക്ക് വലിക്കുമ്പോൾ ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. എപ്പോഴും അതിലൂടെ അനേകർക്ക് മംഗളം ഉണ്ടാവണം. അനേകരുടെ മംഗളം നടക്കുന്ന ഒരു തീരുമാനം എടുത്താൽ അതിലൂടെ നമ്മുടെ മംഗളവും നടക്കും. ജനമംഗളം നടക്കുമ്പോൾ സ്വമംഗളം തീർച്ചയായിട്ടും ഉണ്ടാക്കും. പക്ഷേ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നോക്കൂ, കുട്ടികളുടെ വിഷയത്തിൽ തന്നെ കണ്ടില്ലേ, അച്ഛനമ്മമാർ തീരുമാനം എടുക്കുമ്പോൾ പലപ്പോഴും സ്വാർത്ഥത പിടിച്ചു വലിക്കും. ഇപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു അഡ്മിഷൻ കിട്ടി, ദൂരസ്ഥലത്തേക്ക് പഠിക്കാനൊക്കെ കിട്ടി. ചില അച്ഛനമ്മമാർക്ക് കുട്ടികളെ ദൂരേക്ക് വിടാനേ വിഷമാണ്. അവർ പോയി പഠിച്ചാലേ അവർക്കൊരു മംഗളം ഉണ്ടാവുള്ളൂ, അവരിലൂടെ നാടിനൊരു മംഗളം ഉണ്ടാവുള്ളൂ. പക്ഷെ കുട്ടികളെ വേർപിരിഞ്ഞിരിക്കാൻ വയ്യ. കുട്ടികൾക്ക് തിരിച്ച് അയ്യോ എൻ്റെ അച്ഛനമ്മയും വിട്ടിട്ട് ഞാനിങ്ങനെ പോവാ, ഹോസ്റ്റലിൽ എങ്ങനെ പോയിരിക്കുക. ഈ അടുത്തിടയിലും ഒരു അച്ഛനമ്മ എന്ന് പറഞ്ഞു, കുട്ടിക്ക് അഡ്മിഷൻ വാങ്ങിയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് അഡ്മിഷൻ വാങ്ങി, പോയി 1 മാസം ഇരുന്നുള്ളൂ, ഹോസ്റ്റലിൽ ഇരുന്നു, അപ്പോഴേക്ക് തിരിച്ചു വന്നു. ആ പൈസ മുഴുവൻ പോയി. ആ സാരല്ല, പൈസ പോയാലും പോട്ടെ, മോള് തിരിച്ചു വന്നോളൂ. അച്ഛനും അമ്മയും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലേ ആ കാരണത്താൽ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതേപോലെ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിലൂടെ നമ്മുടെ സ്വാർത്ഥത എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. കാരണം അതിലൂടെ നമുക്ക് നഷ്ടമാണ്, സമൂഹത്തിന് നഷ്ടമാണ്, വീടിനും കുടുംബത്തിനും എല്ലാറ്റിനും നഷ്ടമുണ്ടാവും. അതുകൊണ്ട് ദശരഥ രാജാവ് നമുക്ക് കാണിച്ചു തന്ന ഒരു ദൃശ്യം, ഒരു സീൻ, ഒരു പാഠം എന്താണ്? നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും അനേകരുടെ മംഗളത്തിന് ഉപയോഗപ്രദമാകുന്ന തരത്തിലായിരിക്കും. അതെവിടെയാണെങ്കിലും, നമ്മളൊരു സംഘടനയിലോ സമിതിയിലോ പ്രവർത്തിക്കുമ്പോൾ പോലും അവിടെ നമ്മുടെ മോനാണെങ്കിലും മോളാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മോന് വേണ്ടിയോ മോൾക്ക് വേണ്ടിയോ സഹോദരന് വേണ്ടിയോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ ആരെങ്കിലും ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കീശ നിറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ മിത്രങ്ങൾക്കോ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു സ്വാർത്ഥ തീരുമാനം കൈക്കൊള്ളരുത്. അധികാരത്തെ ദുരുപയോഗം ചെയ്യരുത്. നമുക്ക് കിട്ടിയ പദവിയെ, ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും നമ്മളൊരു കുടുംബനാഥൻ എന്ന നിലയിൽ നമുക്ക് കിട്ടിയ റോള് ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ ദശരഥൻ ആ തീരുമാനം എടുത്തു, വിശ്വാമിത്രനോടൊപ്പം കുട്ടികളെ അയച്ചു. വിശ്വാമിത്രനോടൊപ്പമാണ് കുട്ടികളെ അയച്ചത്. അതാണ് ഏറ്റവും പ്രധാനം. വിശ്വാമിത്രൻ വിശ്വത്തിന് മുഴുവൻ മൈത്രി, ലോകത്തിന് മംഗളം ആഗ്രഹിക്കുന്ന ഒരാളാണ്, ലോകത്തോട് മുഴുവൻ സ്നേഹമുള്ള ഒരാളാണ്. നമ്മുടെ മക്കള് നമ്മൾ പോകുമ്പോഴും അതുപോലെ നമ്മൾ അയക്കുമ്പോഴും രണ്ടു കൂട്ടർക്കും, നമ്മൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും, ആരുടെ കൂടെ നമ്മുടെ യാത്ര, ആരുടെ കൂടെ നമ്മുടെ സഹവാസം, ആരുടെ കൂടെ നമ്മൾ സമൂഹത്തിൽ നമ്മളെ ഒരാളൊരു കാര്യത്തിന് വിളിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവരുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ കൂടെ പോയി ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണോ ചെയ്യാൻ ഞാൻ പുറപ്പെടണേ. അതുകൊണ്ട് അല്ലാതെ ആരെങ്കിലും ഒന്ന് വിളിക്കുമ്പോഴേക്ക് ചാടി ഓടി പോയി ആരുടെ കൂടെയും പോയി എന്തും ചെയ്യാന്നുള്ളതല്ല. ഇപ്പം അങ്ങനെ എത്ര ചെറുപ്പക്കാരെ ജീവിതം കേടുവരുത്തണം. പോയിട്ട് അധോലോക കൂട്ടത്തിൽ പോയി പെടും, ലഹരി വസ്തുക്കൾക്ക് അടിമയാകും, ലഹരി വസ്തുക്കൾ കഴിപ്പിച്ച് കൊടുത്ത് എന്തെല്ലാം തെറ്റായ കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. എന്താ കാരണം? വിശ്വാമിത്രന്മാരുടെ കൂടെ അല്ല യാത്ര. ലോകത്തിന് നന്മ ആഗ്രഹിക്കുന്നവരുടെ, എല്ലാവരോടും നമ്മളോടും മറ്റുള്ളവരോടും സ്നേഹമുള്ളവരുടെ കൂടെയുള്ള യാത്രയല്ല. ആരാണോ നമ്മളെ കൊണ്ടുപോയി അവരുടെ ഏതോ ഒരു സ്വാർത്ഥ കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? നമ്മളെ ദുരുപയോഗപ്പെടുത്തണം. അത് തിരിച്ചറിയാനുള്ള ശക്തി ആർക്ക് വേണം? നമുക്ക് ഓരോരുത്തർക്കും വേണം. നമ്മൾ അയക്കുന്നവർക്കും വേണം, പോകുന്നവർക്കും ഈ ബോധം വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം കൊണ്ട് ഒരു തെറ്റിൽ പോയിട്ട് മോശമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ കൂടെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ജീവിതം കൊണ്ടുപോയിട്ട് നശിപ്പിക്കാൻ പാടില്ല. ഇന്ന് അല്ലേ, ആരെങ്കിലും സ്കൂളിൽ വെച്ച് പരിചയപ്പെട്ടു, കോളേജിൽ വെച്ച് പരിചയപ്പെട്ടു, ആരെങ്കിലും വിളിക്കുമ്പോഴത്തേക്ക് വണ്ടി കയറുക. നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, തിരുവനന്തപുരത്ത് പഠിക്കുന്ന കുട്ടി അടുത്ത ദിവസം നോക്കുമ്പോൾ ബസ് കയറിയിട്ട് പാലക്കാട് സ്റ്റാൻഡിൽ വന്ന് നിൽക്കണു, കൂടെ ആരുടെ കൂടെ കണ്ടു, അവിടെ അലിഞ്ഞു തിരിയണു, ജീവിതം പോണു. കൊച്ചു കുട്ടികൾ പോലും ഒരാൾ വിളിക്കുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ,
നമ്മളെ വിളിക്കുമ്പോഴേക്കും നമ്മൾ ആലോചിക്കണ്ടേ, ഞാൻ ആരുടെ കൂടെ പോണേ, എങ്ങോട്ടാ പോണേ, എന്തിനാ പോണേ, ഇതിലൂടെ എനിക്ക് എന്താ ജീവിതത്തിൽ ഉണ്ടാകാൻ പോണ, പ്ലസ് എന്താ മൈനസ് എന്താ, ഇതൊന്നും ചിന്തിക്കാതെ. ഇത് സ്കൂൾ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാലും ചെറുതൊന്നുമല്ല. എല്ലാവർക്കും അവനവൻ്റെതായ ബുദ്ധി വികാസമില്ലേ? ഇത്രയും വലിയ സിലബസ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റണില്ലേ? അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ ഒന്നും കാണാതെ ഒന്നും ചിന്തിക്കാതെ എങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റുക? നമുക്കെന്താ അത്ര ബുദ്ധിയില്ലേ? ഈ കണക്കും സയൻസും ഒക്കെ പഠിക്കാൻ ബുദ്ധിയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ, ആരാ എന്നെ വിളിക്കണേ, പോയാ എന്താ സംഭവിക്കണേ, ഞാൻ എങ്ങോട്ടാ പോണേ? ഇത് തീരുമാനം എടുക്കാനുള്ള ബുദ്ധി ആർക്ക് വേണം? അത് ആൺകുട്ടികൾക്കാണെങ്കിലും വേണം, പെൺകുട്ടികൾക്കാണെങ്കിലും വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ചതികളിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജാവ് ഉടനെ പോയി ഗുരുവിനോടാണ് അഭിപ്രായം ചോദിക്കണം. തൻ്റെ ഉള്ളിലൊരു വിഷമുണ്ടായി, പക്ഷെ ഉടനെ ഗുരു അർത്ഥം എന്താണ്? ധർമ്മം. രാജാവാണ്, രാജാവിന് ഗുരുവിനോട് ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. രാജാവിന് തൻ്റെ തീരുമാനം എടുക്കാം. ഇല്ല, എനിക്ക് താല്പര്യമില്ല, എനിക്ക് വിഷമമുണ്ട് കുട്ടികളെ വിടാൻ. അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല ദശരഥൻ. ഉടനെ എന്ത് ചെയ്തു? രാജാവ്, അധികാരം അദ്ദേഹത്തിന്റെ കയ്യില്ല, തീരുമാനം അദ്ദേഹത്തിന് എടുക്കാം. ഭരണചക്രം അദ്ദേഹത്തിന്റെ കയ്യില്ല. പക്ഷെ ഭരണചക്രം തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ധർമ്മത്തെ അധിഷ്ഠിതാക്കി. ധർമ്മത്തിലിരുന്നുകൊണ്ടാണ് കർമ്മം ചെയ്തത്. അതുകൊണ്ട് ആരുടെയൊക്കെ കയ്യിൽ ഭരണമുണ്ടോ, ആരുടെയൊക്കെ കയ്യിലാണോ തീരുമാനങ്ങളുള്ളത്, അത് കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ എവിടെ ജീവിക്കുന്നവരാണെങ്കിലും നമ്മുടെ തീരുമാനം കൊണ്ടാണ് ഒരു വീട്, ഒരു ഓഫീസ്, ഒരു നാട്, ഒരു സമിതി, ഒരു സംഘടന, എവിടെയാണോ നമ്മൾ ഓരോരുത്തരും അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ അന്തിമ തീരുമാനം കൊണ്ട് ഒരു സമൂഹത്തിന് മുഴുവൻ തന്നെ എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ, അത് നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിലാണെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഓഫീസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അധികാരം കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് തോന്നുന്നത് ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം കർമ്മം. അപ്പം മാത്രമേ ഒരു നല്ല തീരുമാനം എടുത്ത് നല്ല കർമ്മം ചെയ്താലേ നല്ല കർമ്മഫലം നമുക്കും ഉണ്ടാകുള്ളൂ, അതിൻ്റെ ഫലം എല്ലാവർക്കും ഉണ്ടാവും. അതായത് രാജസത്തയോടൊപ്പം, രാജ്യാധികാരത്തോടൊപ്പം ധർമ്മസത്തയെ എന്ത് ചെയ്യണം? ധർമ്മത്തിലിരുന്ന് കർമ്മം. അടുത്ത സത്തയാണ് അധികാരത്തിന്റെ പവർ ഉള്ളത് വിജ്ഞാനത്തിന്റെ കയ്യില, ശാസ്ത്ര സാങ്കേതിക വിദ്യ. പറയാറുണ്ട് ജീവിതത്തിൽ നമ്മൾ നോക്കിയ ഈ 3 സത്തകൾ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നാ പറയാ. രാജസത്ത, ധർമ്മസത്ത, വിജ്ഞാനത്തിന്റെ സത്ത, ശാസ്ത്ര സാങ്കേതിക വിദ്യ. ഇത് 3 അതോറിറ്റീസ് ആണ്. ഈ 3 പവേഴ്സും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വികാസം ഉണ്ടാക്കുള്ളൂ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ രാജ്യത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അധികാരം ആരുടെ കയ്യിലുണ്ടോ അവർ ധർമ്മത്തിൽ സഞ്ചരിക്കണം. ഇനി വിജ്ഞാന സത്താർത്ഥം ശാസ്ത്ര സാങ്കേതിക വിദ്യ, വികസനങ്ങൾ. നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു നന്മ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വിജ്ഞാന സത്ത ഉപയോഗിക്കുന്നതും ധാർമ്മികമായിട്ടായിരിക്കണം. സിമ്പിളായിട്ട് നോക്കൂ. ഇപ്പോൾ ഫോണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഇതില്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വാട്സപ്പിൽ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റഡീസ് ചെയ്യണേ. അതുപോലെ പല കാര്യങ്ങളും പഠിക്കാനുള്ള മാറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ ഒക്കെ ഇത് ഉപയോഗിക്കാം. നല്ലതാ, വിജ്ഞാനത്തിൻ്റെ സത്തയാണത്. സയൻസ് ടെക്നോളജി വളർന്നിട്ട് നമുക്ക് നമ്മുടെ എഫർട്ടുകൾ കുറഞ്ഞു. പണ്ടൊക്കെ എത്ര പേജുകൾ എഴുതണം, എത്ര സൂക്ഷിക്കണം. ഇപ്പോൾ എല്ലാം വളരെ എളുപ്പമായി നമുക്ക്. അത് വികസനത്തിൻ്റെ ലാഭമാണ്. സൗകര്യം നമുക്ക് കിട്ടി. സയൻസും ടെക്നോളജിയും വളർന്നപ്പോൾ നമുക്ക് കിട്ടിയ സഹായമാണ്, സൗകര്യമാണ്. പക്ഷേ ഇന്ന് അതേ ഫോണിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പേരിൽ, ഫേസ്ബുക്കിൻ്റെ പേരിൽ, വാട്സപ്പിൻ്റെ പേരിൽ, ഇൻ്റർനെറ്റ് യുഗത്തിൽ നമ്മുടെ ജീവിതം തന്നെ വലയിൽ കുടുങ്ങിയ ഒരവസ്ഥയാണ്. അതും നെറ്റാണ്. ജീവിതം എന്ത് ചെയ്തു? ആ നെറ്റ് നമ്മുടെ ജീവിതത്തെ വലയ്ക്കുള്ളിലെ പോലെ ആക്കി കളഞ്ഞു. മിക്കവാറും പേപ്പറിൽ നമ്മൾ കാണുന്ന ന്യൂസുകൾ, ടി വിയിൽ കേൾക്കുന്ന ന്യൂസുകളെല്ലാം എന്താണ്? ഈ ടെക്നോളജിയെ ദുരുപയോഗപ്പെടുത്തുന്നതിൻ്റെ. ഫോണ് കുഴപ്പക്കാരനല്ല, വാട്സപ്പ് കുഴപ്പക്കാരനല്ല, ഫേസ്ബുക്ക് അല്ല കുഴപ്പക്കാരൻ. അതെല്ലാം ജഡവസ്തുവാണ്. അതിന് തനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോണും കമ്പ്യൂട്ടർക്കാരെ ഉപയോഗിക്കണേ നമ്മളാണ്. നമ്മൾ ആത്മാവ് രാജാവായിരുന്നുകൊണ്ട് നമ്മുടെ കയ്യിലാ പവർ, എൻ്റെ കയ്യിലാ തീരുമാനം. ചൈതന്യം ആത്മാവാണ്. ആത്മചൈതന്യമായ ഞാനാണ് എൻ്റെ കയ്യിൽ ഈ ശരീരം ഉൾപ്പെടെ ഏത് വസ്തു വന്നാലും അത് എങ്ങനെ ഉപയോഗിക്കണം, സദുപയോഗം ചെയ്യണോ ദുരുപയോഗം ചെയ്യണോ, ആരാ തീരുമാനിക്കണേ? ഞാനാണ്. അപ്പോൾ ഞാൻ ധർമ്മത്തിൽ, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് സയൻസിൻ്റെ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല?
ദുരുപയോഗം നടക്കില്ല. ഈ ഫോൺ എനിക്ക് അച്ഛൻ അമ്മ അല്ലെങ്കിൽ വാങ്ങിത്തന്നത് എന്തിനാ? ഇതെന്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്? എങ്ങനെ ഉപയോഗിക്കാനാ? അതിലൂടെ എൻ്റെ ഉയർച്ചയാണോ നടക്കണത്, അതോ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നാശത്തിലേക്കാണോ അതിലൂടെ പോണത്? അപ്പോൾ വികസനം വിജ്ഞാനം കൊണ്ടുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ധാർമ്മിക സത്തയിൽ അധിഷ്ഠിതമായി വിജ്ഞാനത്തെ സദുപയോഗം ചെയ്യണം. നമ്മുടെ നാട്ടിൽ പോലും, നമ്മുടെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട, ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, എത്രയും റോഡുകൾ വന്നു, പാലങ്ങൾ കെട്ടി, എല്ലാം കൊണ്ട് ഓരോ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ രാജ്യം വികസിക്കുക, ലോകം വികസിക്കുക. എത്ര പുതിയ പുതിയ കെട്ടിടങ്ങൾ, എത്ര പുതിയ പുതിയ ഉപകരണങ്ങൾ, സാധനങ്ങൾ, സാമഗ്രികൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താ? കുറെ കെട്ടിടങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ട്, അല്ലെങ്കിൽ റോഡും പാലവും കാറും ബൈക്കും എല്ലാ സാധനവും കിട്ടി, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സൗകര്യങ്ങൾ കൂടി, പക്ഷെ സുഖം കുറഞ്ഞു. ഇന്നത്തെ തലമുറ നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ സയൻസിന്റെ ടെക്നോളജിയെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പുതിയ തലമുറയാണ്. ഏറ്റവും കൂടുതൽ. പണ്ട് മണ്ണിൽ കളിച്ചിരുന്ന പ്രായത്തിൽ കുട്ടികൾ ഇപ്പൊ കളിക്കുന്നത് മൊബൈലിലാണ്, അല്ലേ? അപ്പോ എന്നാൽ ഇന്നത്തെ തലമുറയോട് ചോദിച്ചു നോക്കൂ, ടെൻഷനും സംഘർഷവും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആരാണ്? എന്താ കാരണം? അതിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, സയൻസിന്റെ ടെക്നോളജി വികസനം, സൗകര്യം, സാധനം കിട്ടി, പക്ഷെ ഈ സാധനങ്ങൾ സൗകര്യം തന്നിട്ടും നമുക്ക് ടെൻഷൻ കൂടുന്ന അർത്ഥം എന്താ? ദുരുപയോഗമാണ്. അതിന് സുഖം കിട്ടണില്ലെങ്കിൽ അല്പസമയത്തെ സുഖവും കൂടുതൽ സമയത്തെ ദുഃഖവും സംഘർഷങ്ങളുമാണ്. കാരണം ധർമ്മസത്ത കൈവിട്ടു. കാരണം നമ്മളെല്ലാവരും മനുഷ്യന്മാരാ, നമ്മൾ മെഷീൻസ് അല്ല, ഹ്യൂമൻ ഡൂയിങ്സ് അല്ല, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. നമ്മളൊരു ബീയിങ് ഉണ്ട്, ചൈതന്യമുണ്ട്, ആത്മാവാണ് നമ്മൾ. ആത്മാവിൻ്റെ ഒരു വസ്ത്രമാണ് ഈ ശരീരം. അതുകൊണ്ട് നമുക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും മാത്രം പോരാ, എന്തും കൂടി വേണം? സുഖവും ശാന്തിയും സമാധാനവും സന്തോഷവും കൂടി വേണം. നമുക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ ഉണ്ടാക്കിത്തരാൻ സയൻസ് ടെക്നോളജി മാത്രം മതി. പക്ഷെ മനോസുഖം കിട്ടണമെങ്കിൽ, ആത്മാവിനുള്ള സുഖം കിട്ടണമെങ്കിൽ ധർമ്മസത്ത വേണം, ആധ്യാത്മികത വേണം. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ 3 പവേഴ്സ്, 3 സത്തകൾ, ഏതൊക്കെ? രാജ്യസത്ത, നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതി. ഒരു രാജാവിനെ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയണം, നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ കഴിയണം. പക്ഷെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ. പിന്നെ വിജ്ഞാനം ഉപയോഗിച്ച് നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കണം. അറിവ്, പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ ആധാരം എന്തായിരിക്കണം? ധർമ്മമായിരിക്കണം. ധർമ്മത്തിൽ ഇരുന്ന് വേണം കർമ്മം ചെയ്യാൻ. ഇങ്ങനെ ഈ 3 സത്തകളും 3 പവേഴ്സും ഒരുമിച്ച് വന്നാൽ എന്തായി? നമ്മുടെ എല്ലാവരുടെയും ജീവിതം സൗകര്യങ്ങളും ഒപ്പം തന്നെ സുഖവും ഉണ്ടാവും. സുഖ സൗകര്യങ്ങളിൽ നിന്നല്ലേ പറയാ? സുഖ സൗകര്യം. അപ്പോൾ സൗകര്യത്തിനോടൊപ്പം എന്തും വേണം? സുഖവും വേണം. അപ്പോൾ വിശ്വാമിത്രനോടൊപ്പം രാമലക്ഷ്മണന്മാർ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന എന്താ? ആദ്യം വരുന്നവരാ? താടകയാണ്. താടകാവധമാണ്. അതിനുശേഷം നോക്കിയാൽ വിശ്വാമിത്ര മഹർഷി രാമന് ദിവ്യാസ്ത്രങ്ങളെല്ലാം കൊടുക്കുകയാണ്. ദിവ്യാസ്ത്രം കൊടുക്കുക, ദിവ്യമായ അസ്ത്രങ്ങൾ. അതെടുത്തിട്ട് അദ്ദേഹം, വിശ്വാമിത്രൻ അമ്പെയ്യുന്നൊന്നുമില്ല, രാമനെ കൊണ്ടാണ് അമ്പയിക്കണത്. അസുരന്മാരെ തുരത്തണം. ആദ്യം എന്താ ചെയ്യണേ? മാരീചനെ തുരത്താണ്. സുബാഹു, 2 അസുരന്മാരാ ശല്യം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. സുബാഹുവിനെ കൊന്നു വീഴ്ത്തും, മാരീചനെ തുരത്തും ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച്. അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? വിശ്വാമിത്ര മഹർഷി, അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന് യാഗം നടത്താനേ ആ റോളേ ഉള്ളൂ ഗുരുവിന്. രാജകുമാരനാണ് ആര്? രാമലക്ഷ്മണന്മാര്. അവരെന്ത് ചെയ്തോളണം? ക്ഷത്രിയ ധർമ്മം പാലിച്ചോളണം. പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്യത്രൈതായികത്തില് ഓരോ രാജാക്കന്മാരും അവർക്കൊരു ഗുരുവിൻ്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. സത്യത്രൈതായികത്തിലെ രാജാക്കന്മാര് ജീവിതത്തിൽ ഈ രാജസത്യം, ധർമ്മസത്യം, വിജ്ഞാനസത്യം, ഇത് 3 ഒരുമിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് രാജാവ് സ്വയം പര്യാപ്തനായിരുന്നു. ഒരു ഉപദേശം പോലും ആവശ്യമില്ലാതെ തന്നെ ധർമ്മിഷ്ഠനായിരുന്നു. ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്തിരുന്ന ആളാണ്. പക്ഷെ പിന്നീട് ദ്വാപരയുഗം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജാക്കന്മാർ അവരുടെ രാജ്യത്തിൽ കൊട്ടാരത്തിൽ തന്നെ ഗുരുക്കന്മാരെ വളരെ ആദരവോടുകൂടി വച്ചിരുന്നു. എന്താ കാരണം? രാജാവ് എന്ത് തീരുമാനം എടുക്കുമ്പോഴും ചോദിച്ചിട്ടേ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ നോക്കിയാൽ കലിയുഗം എത്തിയപ്പോഴെന്തായി? ഭരിക്കുന്നവര് ഭരണമന്ദിരങ്ങളിലിരിക്കും, ഗുരുക്കന്മാരും അല്ലെ സാധന ചെയ്യുന്നവരും ജ്ഞാനികളും യോഗികളുമായിട്ടുള്ളവർ ആശ്രമങ്ങളിലും ഇരിക്കും. നിങ്ങൾ അവിടെ ഇരുന്നോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോ, ഭരണം ഞങ്ങളുടെ കയ്യിൽ
ബാക്കി സാധനയും ജ്ഞാനവും യോഗവും അതൊക്കെ നിങ്ങളുടെ കയ്യിൽ. രണ്ടും രണ്ടാക്കി നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഭരിക്കുന്നവരുടെ കൈകളിലേക്ക് എന്തുകൂടി വരണം? ധർമ്മം തിരിച്ചു വരണം. രാജസത്തയ്ക്കൊപ്പം ധർമ്മസത്ത ഒരുമിച്ച് പോകണം. കാരണം നമ്മൾ ഭരിക്കുന്ന രാഷ്ട്രത്തിലുള്ളത്, രാജ്യത്തിലുള്ളത്, നമ്മൾ മനുഷ്യരെ ഭരിക്കണം. നമ്മളും മനുഷ്യരാണ്, ഭരിക്കേണ്ടതും മനുഷ്യരെയാണ്. മൃഗങ്ങളുടെ രാജ്യമല്ല, മാനവരാജ്യമാണ് നമുക്ക് ഭരിക്കേണ്ടത്. അപ്പം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മുടെ രാഷ്ട്രത്തിലും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിലെവിടെയാണ് നമുക്ക് ഓരോരുത്തർക്ക് എന്ത് റോളാണോ കിട്ടിയിരിക്കുന്നത്? വീട് ഭരിക്കുന്ന റോളാണോ, ഒരു ഓഫീസിലാണോ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും സമിതിയിലും സംഘടനയിലുമാണോ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ ഭരണചക്രം നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം? ധർമ്മത്തിൽ ഇരുന്നുകൊണ്ട് വിജ്ഞാനത്തെ ഉപയോഗിക്കണം. ധർമ്മത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ രാജ്യകാര്യങ്ങളും ചെയ്യണം. ഇത് ഒരുമിച്ച് വരണം. അതിൻ്റെ സമയമാണിപ്പോൾ. കാരണം കലിയുഗത്തിന് ശേഷം വീണ്ടും കാലചക്രം തിരിയുമ്പോൾ അടുത്ത യുഗം ഏതാണ്? സത്യുഗമാണ്. സത്യുഗമാണ്. അപ്പൊ സത്യുഗ കാലം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ഈ 3 സത്തകളും ഒരുമിച്ച് തിരിച്ച് നമ്മൾ ഓരോരുത്തരിലേക്കും നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിലേക്കും തിരിച്ചു വരാനുള്ള സമയമാണ്. അതുകൊണ്ടാണ് രാമലക്ഷ്മണന്മാരോടൊപ്പം വിശ്വാമിത്രൻ വേണം. കാരണം വിശ്വാമിത്രനാണ് കൂട്ടിയിട്ട് പോണേ ഇവരെ. വിശ്വമൈത്രി, മുഴുവൻ വിശ്വത്തിന് നന്മ ഉണ്ടാക്കി കൊടുക്കുന്നവരുടെ കൂട്ടുകെട്ടിൽ നമ്മൾ ചേരുകയും വേണം. നമ്മളിൽ ഓരോരുത്തരിലും ഈ 3 സത്തകളും ഉണ്ടായിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ജനമംഗളവും സുമംഗളവും നടക്കുള്ളൂ. അല്ല നമ്മൾ വിചാരിക്കരുത്, ഞാൻ നാട് ഭരിക്കുന്നുണ്ടല്ലോ, ഓഫീസ് ഭരിക്കുന്നുണ്ട്, വീട് ഭരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മക്കൾക്കെല്ലാം വാങ്ങി കൊടുക്കണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് വീട് നോക്കണു, എനിക്ക് കിട്ടിയ ഓഫീസിലെല്ലാം ഞാൻ വളർത്തുന്നുണ്ടല്ലോ, പ്രൊഡക്ഷൻ കൂടുന്നുണ്ടല്ലോ, കമ്പനിയിൽ സാധനം കൂടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ രാജ്യത്തിൽ പുതിയ പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട്, റോഡ് വരുന്നുണ്ട്, പാലം വരുന്നുണ്ട്, ഇതിൽ മാത്രം സന്തോഷിക്കരുത്. ഇതെല്ലാം സാധനങ്ങൾ മാത്രമാണ്. ഇത് വന്നതുകൊണ്ട് മാത്രം വികസിച്ചു എന്ന് വിചാരിക്കരുത്. പക്ഷെ എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ ഓഫീസിലുള്ളവർ, എൻ്റെ നാട്ടിലുള്ളവർക്ക് എത്രത്തോളം സുഖമുണ്ട്, മനോസുഖമുണ്ട്, ഇതും കൂടെ നമ്മളെല്ലാവരും ചിന്തിക്കണം. കാരണം മനുഷ്യന് സൗകര്യം മാത്രം പോരാ, എന്തും കൂടി വേണം? സുഖവും ശാന്തിയും സന്തോഷവും വേണം. അപ്പം സൗകര്യങ്ങളും സാധനങ്ങളും വർദ്ധിപ്പിക്കുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, എന്തും കൂടി ഒപ്പം സുഖശാന്തി കൊടുക്കണം. ഇന്ന് നോക്കൂ, പേപ്പർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. ഇന്ന് ഇത്ര പേരെ കൊന്നു, ഇത്ര പേര് മരിച്ചു, ബോംബിട്ടു, വെട്ടിക്കൊന്നു, ഇതെല്ലാം കേട്ടുകൊണ്ടാണ് രാവിലെ നമ്മൾ പത്രം വായിക്കുമ്പോൾ മുതൽ വിഷമമാണ്. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ സമൂഹത്തിന്, നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് യഥാ രാജ തഥാ പ്രജ, എല്ലാവരും സുഖശാന്തിയോടെ ജീവിച്ചിരുന്നത് സത്യത്രേതേകത്തിലെ കാര്യമാണ്. ഇപ്പം നോക്കൂ, നമ്മുടെ ജീവിതം എവിടെ എത്തി നിൽക്കണം അല്ലേ? സുഖശാന്തിയോടുകൂടി ഒരു ദിവസം നമുക്ക് രാവിലെ എഴുന്നേറ്റ് സമാധാനത്തോടെ, പേപ്പർ നോക്കാനേ ഇപ്പം എല്ലാവർക്കും പേടി, ഇന്നിനി എന്താ ന്യൂസ്? ഈ ന്യൂസുകൾ മാറണം. മാറിയിട്ട് എന്ത് വരണം? നമ്മുടെ രാജ്യത്തിൽ എല്ലാവർക്കും സുഖത്തോടെയും ശാന്തിയോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ന്യൂസ് നമ്മുടെ പത്രങ്ങളിൽ വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഈ 3 സത്തകൾ തിരിച്ചു വരണം. അപ്പം നമ്മുടെ കുടുംബങ്ങളിലെ ന്യൂസ് നല്ലതാവും, കുടുംബങ്ങളിലെ ന്യൂസ് നല്ലതാവും, സമൂഹത്തിലെ ന്യൂസ് നല്ലതാകും, നമ്മുടെ രാജ്യത്തിലെ ന്യൂസ് നല്ലതാണ്. അങ്ങനെ നമ്മുടെ ലോകത്തിൻ്റെ ന്യൂസ്, നല്ല ന്യൂസുകൾ, നല്ല ന്യൂസ് അർത്ഥം അയോധ്യ, യുദ്ധമില്ലാത്ത രാജ്യം മനസ്സിലും സമൂഹത്തിലും, അത് തിരിച്ചു കൊണ്ടുവരണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്പസമയം നമുക്ക് ധ്യാനത്തിലിരുന്ന് സത്സംഗം പൂർത്തിയാക്കാം. വിശ്വമൈത്രി ഭാവം ലോകത്തിന് മുഴുവൻ മംഗളം ഉണ്ടാകണം എന്ന മനോഭാവം ഉണരാനുള്ള സമയമാണിത്. സുമംഗളവും ജനമംഗളവും നടക്കണം. ജീവിതയാത്ര വിശ്വമൈത്രിയുള്ളവരോടൊപ്പമായിരിക്കണം. സർവരോടും സ്നേഹവും സർവരോടും കരുണയും സർവരോടും മംഗളഭാവനയും ഉള്ളവരോടൊപ്പമായിരിക്കണം എൻ്റെ കൂട്ടുകെട്ട്. ജീവിത വിജയത്തിൻ്റെ ആധാരം
അധികാരവും ധർമ്മവും ശാസ്ത്ര സാങ്കേതിക വിദ്യയും മൂന്നും ഒരുമിച്ച് സഞ്ചരിക്കണം. എൻ്റെ സ്വാർത്ഥതയോ മോഹമോ അഹങ്കാരമോ അഹന്തയോ ഒന്നും തന്നെ എൻ്റെ തീരുമാനങ്ങളിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നില്ലല്ലോ. സത്യം സത്യമായി പരിശോധിക്കൂ. ഇന്ന് ഈ രാമായണ വ്രതപുണ്യകാലം എനിക്ക് സ്വപരിശോധനയ്ക്കും പരിവർത്തനത്തിനുമുള്ള ദിനമാണ്. എൻ്റെ ജീവിത വിജയത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിത വിജയത്തിനും എൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്കും ഞാൻ ജോലി ചെയ്യുന്ന ഏത് ഫേമിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും രാജ്യത്തിൻ്റെ തന്നെ ഭരണചക്രം തിരിക്കുന്നവരാണെങ്കിലും സ്വയം വിലയിരുത്തൂ. തിരുത്തൽ കൊണ്ടുവരേണ്ടടുത്ത് തിരുത്തും.